ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാളത്തെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ വരുന്ന ഓരോ ദിവസങ്ങളിലും വമ്പൻ ട്വിസ്റ്റ് കേസുകളാട്ടോ വരുന്നത്. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ നാളെ വരാനിരിക്കുന്ന ഇതിൽ തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഹോസ്പിറ്റലുമായിട്ട് ബേസ് ചെയ്ത കാര്യമാണ്. നമ്മുടെ ബാലചന്ദ്ര ഹോസ്പിറ്റലിൽ എത്തുന്നു. നമ്മുടെ വൈജയന്തിയെ കാണുന്നുണ്ട്. അതിനുശേഷം ഡോക്ടറെയൊക്കെ ഒന്ന് പോയി കാണുകയാണ്, എന്താണ് അവസ്ഥയും കാര്യങ്ങളൊക്കെ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ ആരും മറന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലൈക്ക് തരിക, അതിനോടൊപ്പം പുതുതായിട്ട് വരുന്നവരൊക്കെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ബാലേന്ദ്രൻ ഡോക്ടറെ കാണുകയാണ്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, അപ്പോൾ ഇപ്പോൾ ഏകദേശം നമ്മളെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഒരുവിധം വൈജയന്തിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിലെ പരിചരണം മതി, ഒരു ഹോം നേഴ്സിനെ നിർത്തും, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ളവരാരെങ്കിലും പരിചരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ ഈ ഒരു കിടക്കണമെന്നില്ല. അപ്പോൾ ഡിസ്ചാർജ് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എന്തായാലും വൈജയായിട്ടൊന്ന് സംസാരിക്കട്ടെ, അവൾ ഓക്കെയാണോ, കംഫർട്ടാണോ, അവൾക്ക് കുറച്ച് നാളും കൂടെ ഇനി ഹോസ്പിറ്റലൈസ് ആയി കിടക്കണോ എന്താണെന്ന് അറിയില്ല, ചോദിച്ചിട്ട് പറ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അല്ല ഒരുപാട് ബില്ലാകണ്ട എന്ന് കരുതിയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, പേഷ്യൻറ്റിൻ്റെ ഇഷ്ടം എങ്ങനെയാണോ അതനുസരിച്ച് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ സംസാരിച്ചൊരു തീരുമാനം എടുക്കുക. ഇപ്പോൾ വേറെ ആൾ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഓൾറെഡി ഇപ്പോൾ വൈജയന്തിക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഡോക്ടറെ കണ്ട് പുറത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ബാലേന്ദ്രൻ്റെ പെങ്ങൾ നിൽക്കുകയാണ്, നമ്മുടെ സുലോചന. അപ്പോൾ പറയുന്നുണ്ട്, അപ്പോൾ എങ്ങനെയുണ്ട്, എന്താ ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പോൾ ഡിസ്ചാർജ് ആക്കാം, വേറെ പ്രത്യേകിച്ചായിട്ടൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ അവളുടെ തീരുമാനം എന്താണെന്നൊന്നും അറിയില്ല, ഞാൻ ചോദിക്കില്ല അവളുടെ തീരുമാനം എന്താണെന്ന്. അവളെന്തായാലും എൻ്റെ വീട്ടിലോട്ട് വരാൻ താല്പര്യമില്ല എന്ന് തുടക്കം തൊട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സുലോചന പറയുന്നുണ്ട്, അതൊക്കെ ആയിക്കോട്ടെ, എങ്കിലും ഒന്ന് ചോദിക്കാണ്ട് അങ്ങനെ ഇരിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞനുസരിച്ച് ബാലേന്ദ്രൻ വീണ്ടും വൈജയെ കാണാൻ റൂമിലോട്ട് ചെല്ലണം. എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ ഹോസ്പിറ്റലിലായിട്ട് ഒത്തിരി നേരം കിടക്കണ്ട എന്നുള്ളതാണ് പറയണത്. ഇനിയിപ്പോൾ വേണമെങ്കിൽ ഡിസ്ചാർജ് ആവാം. അപ്പം നിനക്ക് വീട്ടിലോട്ട് വരണമെങ്കിൽ വീട്ടിലോട്ട് വരാം, ഒരു ഹോം നേഴ്സിനെ നിർത്തണമെങ്കിൽ നിർത്താം, നിൻ്റെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറയുന്നുണ്ട്. അവളുള്ള വീട്ടിൽ ഞാൻ വരാനോ? നിങ്ങൾ ബുദ്ധിപൂർവ്വം ഡോക്ടറുടെ അടുത്ത് സംസാരിച്ച് എന്നെ വളരെ ട്രിക്കിൽ നിങ്ങളെ ഡിസ്ചാർജ് ചെയ്യിപ്പിക്കുകയാണോന്ന്? എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, കൂട്ടിയും കിഴിച്ച് നോക്കിയാൽ നിനക്ക് തന്നെയാണ് നഷ്ടം എന്നിങ്ങനെ ബാലേന്ദ്രൻ പറഞ്ഞു. നിങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷേ എനിക്കറിയാം എന്ത് ചെയ്യണം. ഇവിടെ നിന്ന് ഡിസ്ചാർജ് ആവേണ്ടി വരികയാണെങ്കിൽ എങ്ങോട്ട് പോകണമെന്നും എന്ത് ചെയ്യണമെന്നും ഞാൻ തീരുമാനിക്കും. എന്തായാലും നിങ്ങളുടെ കാൽച്ചുവട്ടിൽ ഞാൻ ഭിക്ഷ യാചിച്ച് ഞാൻ വരില്ല എന്ന് എന്നെ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ പറഞ്ഞു, എനിക്കൊന്നും നിന്നോട് പ്രത്യേകിച്ചായിട്ട് പറയാനില്ല, ഒരു ഭർത്താവ് എന്നുള്ള ഒരു ഇത് ഇത്രയും നാളുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വന്നു സംസാരിച്ചു, നിൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ചു എന്നുള്ളതുള്ളൂ. നിനക്ക് വീട്ടിലേക്ക് വരണമെങ്കിൽ വരാം, ഇല്ലെങ്കിൽ നിൻ്റെ ഇഷ്ടപ്രകാരം നിനക്ക് തോന്നുന്ന പോലെ ഇരിക്കാം. നിൻ്റെ തറവാട്ടിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു വീടെടുക്കുകയോ എന്താണെങ്കിലും നിൻ്റെ ഇഷ്ടം, അതുപോലെ നീ ചെയ്തോളാൻ പറയുകയാണ്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് നേരെ രാജീവിനെ വിളിക്കുകയാണ്. രാജീവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് കാര്യങ്ങൾ, ഇങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞ് ഡിസ്ചാർജ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൾ എങ്ങോട്ട് വരണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല. കൊല്ലപ്പള്ളി വീട്ടിൽ പോകണോ അല്ലാതെ സ്വന്തം ഒരു വീട് വാടകയ്ക്കെടുത്ത് ഇനി അങ്ങോട്ട് മാറണോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്ത ഇത്രയും നാളൊരു ഭർത്താവിൻ്റെ ഒരു സ്ഥാനം തന്നതുകൊണ്ട് മാത്രം ഞാൻ ഈ ഇത്രയും നാളും ഇതുവരെയും എല്ലാ കാര്യങ്ങളും ചെയ്തു. ഇനി ഒരിക്കലും ഞാൻ എവിടെ കാണാൻ വരികയോ അല്ലെങ്കിൽ ഹോസ്പിറ്റലുമായിട്ടുള്ള കാര്യങ്ങൾ ഇനി ഞാൻ വന്ന് സംസാരിക്കുകയോ ഒന്നും തന്നെ ഞാൻ ചെയ്യത്തില്ല എന്നുള്ളത് ബാലേന്ദ്രൻ പറഞ്ഞിട്ട് രാജീവിൻ്റെ കോൾ അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ബാലേന്ദ്രൻ വീട്ടിലോട്ട് വരികയാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ ഹരിയും ശരണ്യനെയും കൂട്ടി നമ്മുടെ ആ വീട്ടിലോട്ട് കടന്ന് വരികയാണ് കേട്ടോ. അപ്പോൾ ആ സീനൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ കടന്ന് വരികയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ശരണ്യ പറയുന്നുണ്ട്, ഹരിയേട്ടാ 4 മണിക്ക് 3:30 മുന്നേ എന്നെ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ, ഇല്ലെങ്കിൽ വീട്ടിൽ പ്രശ്നമാവുമെന്ന് പറയുന്നുണ്ട്. എൻ്റെ പൊന്നു മോളെ, നിനക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നീ ഇപ്പം തന്നെ ഇറങ്ങുക, ഒരു 4 മണിക്കകത്ത് നിന്നെ ഞാൻ കൊണ്ട് തിരിച്ചെത്തിക്കാമെന്ന് പറഞ്ഞിട്ടില്ലേ? അല്ല ഹരിയേട്ടാ, ഒരുപാട് ലേറ്റ് ആവരുത്. അതെ, അവിടെ അവരെ വീട്ടുകാരും മറ്റുമൊക്കെ ഉണ്ടാവില്ലേ, പിന്നെ ഇല്ലാണ്ട് എല്ലാവരും ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹരി ഫസ്റ്റ് ഇട്ടിരിക്കുന്ന രീതിയിൽ നിനക്ക് വെള്ളം ദാഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ശരണ്യ പറയും, ഇല്ല ഹരിയേട്ടാ, നീ വേണമെങ്കിൽ ഈ കുടിച്ചു. അപ്പം ശരണ്യക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ശരണ്യ കഴിഞ്ഞ് വേണ്ടാന്ന് പറഞ്ഞു. എന്നാൽ മിനറൽ വാട്ടർ ഉണ്ട്, അത് കുടിച്ചു. അപ്പോൾ അവൾ നോക്കിയപ്പോൾ മിനറൽ വാട്ടർ ഇല്ല, അത് കുടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് മിനറൽ വാട്ടർ കുടിക്കുകയാണ്. അപ്പോഴാണ് ഹരി ഓർക്കണത്, ഹരിയുടെ
ഹരിയുടെ കൂട്ടുകാരൻ ജോമോൻ പറഞ്ഞത്. കാര്യം കോള കൊടുത്താൽ ചിലപ്പോൾ അവൾ കുടിക്കണമെന്നില്ല, അതുകൊണ്ട് നീ മിനറൽ വാട്ടറും കൂടെ കയ്യിൽ കരുതിക്കണം, അതിലും ഈ പൊടി ചേർത്തോണമെന്ന്. കാര്യം ഈ പൊടിയുടെ എഫക്റ്റ് 2 കവളെങ്കിലും കുടിക്കണം. എത്രത്തോളം ഉണ്ടെന്നുള്ളത് അലീനയ്ക്ക് ഇവരിത് മുന്നേ കൊടുത്ത് ഈ ഹരി പണ്ട് ചെയ്തിട്ടുള്ളതാണ്. കാര്യം നല്ല കോൺഷ്യസ് ആയി കഴിയും. അങ്ങനെ വെച്ചാൽ കുറേശ്ശെ ആയിട്ട് 2 കവളെങ്കിലും ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ആയിക്കഴിയും. അങ്ങനെ ഏകദേശം അടുത്ത് വീടിനോടടുത്തൊക്കെ എത്താറായി വരെയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ശരണ്യയുടെ നാക്കൊക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ വഴുതി പോകണം. ആ ഉറക്കത്തിൻ്റെ ഒരു സെഡേഷൻ കയറി വരുന്നതാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ രോഹിത്ത് ഹരിനെ വിളിച്ചിട്ട് അവിടെ എത്തിയാണ്. അപ്പോൾ രോഹിത്തിനെ ഒരു ഫ്രണ്ട് വന്ന് കൂട്ടി അകത്തോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ പാർട്ടിയായിട്ട് കാര്യങ്ങളും ബിയറും കാര്യങ്ങളും ഒക്കെ സെറ്റാണ്. അപ്പോൾ അവർ വരുന്നതിന് മുന്നേ നമുക്ക് ലൈറ്റായിട്ടൊന്ന് കൂടാന്ന് പറഞ്ഞ് ബിയറൊക്കെ ഉണ്ടടാ രോഹിത്തേന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടെ ചെറുതായിട്ടൊക്കെ ഒന്ന് പിടിപ്പിക്കണം. അപ്പോൾ ഈ സമയം നമ്മുടെ ഹരി നമ്മുടെ ശരണ്യനെയും കൊണ്ട് കാറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാലേന്ദ്രൻ വീട്ടിൽ വരികയാണ്. വരുന്ന സമയത്ത് അലീന ഓടി വരികയാണ്. അച്ഛാ എന്തായി, ഹോസ്പിറ്റലിൽ പോയോ, എന്താ അവിടുത്തെ വിശേഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, മോളെ ഞാൻ പോയിരുന്നു, അപ്പോൾ ഡോക്ടറെ ഇന്ന് കണ്ടിരുന്നു. അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞത് ഇനിയിപ്പം പ്രത്യേകിച്ചായിട്ട് ചികിത്സയൊന്നും ചെയ്യാനില്ല, ഇനിയിപ്പോൾ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പറഞ്ഞു വൈജയായിട്ട് സംസാരിക്കട്ടെ. അപ്പോൾ വൈജയന്തിയായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് നിർബന്ധിച്ചാണ് ഡിസ്ചാർജ് ആക്കണമെന്നാണ് അവൾ പറയുന്നത്. പിന്നെ ഒരിക്കലും അവൾ ഇങ്ങോട്ടേക്ക് വരില്ല എന്ന്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, നീ ഇപ്പോൾ വന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ കഞ്ഞൂടി മുട്ടാനൊന്നും പോണില്ല എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അലീനയുടെ മുഖമൊക്കെ അങ്ങ് മാറി കേട്ടോ. കാരണം അലീന ഉള്ളത് കൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത് എന്നുള്ളത് അലീനയ്ക്ക് മനസ്സിലായി. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, അവൾക്ക് അവളുടേതായിട്ടുള്ള തൻ്റെ ഇടവും ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് മോളെ, അതിൽ ഞാനായിട്ട് ഒരു പിടിവാശിയോ ഒന്നും കാണിക്കാറില്ല. ഇനി അവൾ ആങ്ങളമാരുണ്ട്, അവളുടെ അമ്മയുണ്ട്, അവരെന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അലീനയ്ക്ക് ആകെ വിഷമമായി. എന്നിട്ട് അലീന അതിൻ്റെ ഇടയിൽ ചോദിക്കുന്നുണ്ട്, അച്ഛാ രോഹി ഇന്ന് അമ്മയെ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ട് പോയായിരുന്നു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഇല്ല മോളെ അവൻ അവിടെ പോയിട്ടില്ല, ഞാൻ തിരക്കിയായിരുന്നു. അപ്പോൾ വൈജ പറഞ്ഞത് ഇല്ല, എന്നെ ആരും കാണാൻ വന്നിട്ടില്ലെന്നാണ് വൈജ പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അലീനയ്ക്ക് വല്ലാത്ത ടെൻഷൻ തോന്നുന്നു. അച്ഛൻ ഞാൻ രാവിലെ തന്നെ പറഞ്ഞില്ലേ, അവൻ പതിവില്ലാണ്ട് ഇന്നലെ ഹരിയുടെ കൂടെ ആയിരുന്നു രാത്രിയിൽ, എന്നിട്ട് പതിവില്ലാണ്ട് ഇത്ര ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാണ്ട് രാവിലെ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു വല്ലാത്ത ടെൻഷൻ ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ, അത് എനിക്ക് എന്തോ ഒരു നെഗറ്റീവ്നെസ് തോന്നുക അച്ഛാ എന്നൊക്കെ പറയുന്നുണ്ട്. നീ എന്തിനടി മോളെ ഇത്രയും ടെൻഷൻ അടിക്കണേ, അവ എന്തായാലും ഇങ്ങനെ വരട്ടെ, വരുമ്പോൾ നമുക്ക് ചോദിക്കാം എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശരണ്യയും നമ്മുടെ ഹരിയും അവിടെ ആ വീട്ടിലെത്തുകയാണ്. അപ്പോൾ ശരണ്യ ചുറ്റിനൊക്കെ നോക്കുകയാണ് കേട്ടോ. എന്തോ ഒരു ആളൊഴിഞ്ഞത്, വീടുകളൊന്നും അടുത്തടുത്തൊന്നുമില്ല, കുറേ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ്. അപ്പോൾ ശരണ്യയ്ക്ക് മൈൻഡ് പകുതിയേ നോർമലുള്ളൂ. കാരണം മനസ്സിൽ ഉദ്ദേശിക്കണം അങ്ങോട്ട് പുറത്തോട്ട് ചോദിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ. അങ്ങനെ വീട്ടിൻ്റെ അവിടെ എത്തി വീട്ടിലോട്ട് കയറാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ ഹരിയേട്ടാന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ശരണ്യെ ചോദിച്ചപ്പോൾ ഹരി പറഞ്ഞു മുമ്പ് എന്നെ ഹരിയുടെ ഫ്രണ്ട് ഇറങ്ങി വരെയാണ്, അതേ വന്നല്ലോ നമ്മുടെ ബർത്ത്ഡേക്കാരൻ. അപ്പോൾ ശരണ്യ ചിരിച്ചുകൊണ്ട് വന്ന അയാൾക്ക് ബർത്ത്ഡേ വിഷസൊക്കെ ചെയ്യുകയാണ്. അപ്പോൾ ആ വിഷ് ചെയ്യുന്ന സമയത്തും ശരണ്യയുടെ നാക്ക് കുഴഞ്ഞു പോകണം. കാരണം വെച്ചാൽ ഈ മയക്കുമരുന്നിൻ്റെ ആ ഒരു ഇത് ബോഡിയിലോട്ട് കൂടുതലായിട്ട് അങ്ങോട്ട് ഇൻവോൾവ് ആയി വരികയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഹരിയുടെ അടുത്ത് പറയുന്നുണ്ട്, ഹരിയേട്ടാ എനിക്ക് എന്തോ പോലെ തലയൊക്കെ ഒരു വല്ലായ്മ പോലെ പറഞ്ഞു, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കണമെന്ന് പറയുന്നുണ്ട്. വാ നമുക്ക് അകത്ത് കയറി ഇരിക്കാം വാ എന്ന് പറയുന്നത്. എന്തോ പറ്റി ശരണ്യെന്ന് ഇങ്ങനെ ഹരി നമ്പർ ഇട്ട് ചോദിക്കുകയാണ്. അപ്പോൾ എനിക്കിവിടെ ഞാൻ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുത്തുന്നുണ്ട്. അതെ അവൻ്റെ ഫ്രണ്ട് അച്ഛനും അമ്മയൊക്കെ വിളിക്കാം, നമുക്ക് പരിചയപ്പെടാം. ഇതൊക്കെ ഹരി പറയുന്നുണ്ടെങ്കിലും ശരണ്യയ്ക്ക് ആ ഉള്ളിൽ ഉറക്കത്തിൻ്റെ ആ ഒരു സെഡേഷൻ അങ്ങ് കയറി വരണം കേട്ടോ. അപ്പോൾ പാവത്തിന് അറിയില്ലല്ലോ ഇവിടെ എന്താണ് ഇവർ ട്രാപ്പാക്കി ഇങ്ങനെ വെച്ചൊക്കെയാണെന്നും ഇങ്ങനെ ഒരു സംഭവം. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവന്നാൽ മാത്രമേ ശരണ്യ അകത്ത് കയറ്റി ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ കിടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഹരി പറയുന്നുണ്ട്, അവരുടെ അച്ഛനും അമ്മയൊക്കെ വിളിക്കട്ടെ പരിചയപ്പെടേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശരണ്യ പറയുന്നുണ്ട്, ഹരിയേട്ടാ എനിക്ക് ഒട്ടും പറ്റുന്നില്ല, എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം, ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ വീഴും എന്ന രീതി പറയുന്നുണ്ട്. അങ്ങനെ തലയും നെറ്റിയൊക്കെ പൊത്തി പിടിക്കണം. അപ്പോൾ ഹരി ശരണ്യെ ചേർത്ത് പിടിക്കണം കേട്ടോ. എന്നിട്ട് ആ ഒരു ചിരിയുണ്ട് ഹരിയുടെ, എന്ന് വെച്ചാൽ എല്ലാം നേടി വിജയിച്ചു എന്നുള്ള ഒരു ഇതിൽ ഹരി ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചുറ്റിനും കൂട്ടുകാരന്മാരൊക്കെ സന്തോഷം കൊണ്ടങ്ങ് നിൽക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അവരെ ട്രാപ്പ് അവർക്ക് സാധിച്ചെടുക്കാൻ പറ്റി എന്നുള്ള ഒരു തോന്നൽ. അങ്ങനെ ഹരി ശരണ്യനെ ചേർത്ത് പിടിച്ചുകൊണ്ട് റൂമിലിടും. അപ്പോൾ നിന്നെ അവിടെ കിടത്താമെന്ന് പറഞ്ഞ് ചേർത്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ, റൂമിലോട്ട് കൊണ്ടുപോവുകയാണ്. പാവം ആ
ഏകദേശം ഫുൾ ആ ഒരു കോമ സ്റ്റേജിലോട്ട് ശരണ്യ വരെയാണ് കേട്ടോ. അപ്പോൾ ഏകദേശം നാളത്തെ പ്രൊമോയിൽ ഈ ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ രോഹിത്തിനാണെങ്കിൽ ഭയങ്കര ടെൻഷൻ, ശരണ്യ എത്തിയും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ, കാരണം രോഹിത് ഇത്രയും ഡീപ്പായിട്ടുള്ള ഒരു മോശം പരിപാടിക്കൊന്നും ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കാരണം ടെൻഷൻ അങ്ങ് അടിക്കുകയാണ്. പക്ഷേ ബാക്കി ഹരിയുടെ ബാക്കി എല്ലാ ഫ്രണ്ട്സും ഭയങ്കര ഹാപ്പിയാണ്. കാരണം വിചാരിച്ച പോലെ ഇതുവരെ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ആ ഒരു റൂമിലോട്ട് ആ കുട്ടിയെ കയറ്റുന്നുണ്ട്. അത് കഴിഞ്ഞ് അതിൻ്റെ ആ രീതിയിൽ ഹരി ആ കുട്ടിയെ യൂസ് ചെയ്യുന്നു. അതിനോടൊപ്പം തന്നെ അവരെ ഫ്രണ്ട്സ് ചേർന്ന് എല്ലാവരും ആ കുട്ടിയെ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു റേപ്പ് അറ്റംപ്റ്റ് അവിടെ നടത്തുകയാണ്. പക്ഷേ ഇതൊക്കെ കണ്ട് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് രോഹിത് അവിടെ നിന്ന് ഇറങ്ങി ഓടുന്ന സീനൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒരു വൻ ഇടി തന്നെ അവന്മാർക്ക് കിട്ടുകയാണ് കേട്ടോ. അവന്മാരെല്ലാത്തിനും ഹരിയും രോഹിത് ഉൾപ്പെടെ എല്ലാം കുടുങ്ങണം കേട്ടോ. പക്ഷേ ശരണ്യയുടെ നില എന്തായി തീരുന്നു, വളരെ മോശം അവസ്ഥയിലൊക്കെ ആ കുട്ടി എത്തുന്ന സീനയും പ്രൊമോയൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. അതോടൊപ്പം നമ്മുടെ വൈജയന്തി ഇനിയിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ഇനി എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ ബാലേന്ദ്രൻ്റെ പെങ്ങൾ ഇനി മുതൽ വൈജയെ നോക്കാനായിട്ട് വരില്ല എന്നുള്ളതും രാജീവിനെ വിളിച്ചറിയിച്ചു. നിങ്ങളെ വീട്ടിൽ നാളെ നിർത്തുകയോ അല്ലെങ്കിൽ ഒരു ഹോം നേഴ്സിനെ നിർത്തുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ഇതുവരെയുള്ള കാര്യങ്ങൾ ഞാനും എൻ്റെ അനിയത്തിയും ഹസ്ബൻഡും ഒക്കെ ചേർന്ന് ഞങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് ബാലേന്ദ്രൻ രാജീവിനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും വൈജയുടെ തന്നിഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ തീരുമാനിക്കുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നാളത്തെ വിശേഷം ഏകദേശം ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും ശുഭരാത്രി പറയുന്നു. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.